ഹലോ ഗൈസ്, വെൽക്കം ടു അവർ കുട്ടി വ്ളോഗ്സ്. ഇന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന ടോപ്പിക്ക് അയർലൻഡിലെ പുതിയ എന്താ പറയുന്നത് അപ്ഡേറ്റുകളെ പറ്റിയാണ്. ഇപ്പം UK ഉണ്ടായ പോലെ തന്നെ ഫാമിലി റീയൂണിഫിക്കേഷൻ എന്ന് പറഞ്ഞത് ഒരു കുറച്ചും കൂടെ ടഫർ പ്രോസസ്സ്, ഒരു തരത്തിൽ പറഞ്ഞാൽ കുറച്ച് ഡിഫിക്കൽട്ട് പ്രോസസ്സായി മാറ്റിയിരിക്കുകയാണ് ഐറിഷ് ഗവൺമെൻറ്. അതായത് അവർ പുതിയ റൂളുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുകയാണ് കുറച്ചും കൂടെ ടഫാക്കാൻ വേണ്ടി. അതിന് പല കാരണങ്ങൾ അവർ പറയുന്നുണ്ട്. വർദ്ധിച്ചു വരുന്ന ഇമിഗ്രേഷൻ എന്നതിൻ്റെ ഒരു കാരണമാണ്. അപ്പം ഇത് ഫസ്റ്റ് ഓഫ് ഓൾ ഇത് മെയിൻലി ബാധിക്കാൻ പോകുന്നത് ജനറൽ വർക്ക് പെർമിറ്റിൽ വർക്ക് ചെയ്യുന്നവരായിരിക്കും. ഫോർ എക്സാമ്പിൾ കെയർ വിസ വരുന്ന അല്ലെങ്കിൽ ഹെൽത്ത് കെയർ അസിസ്റ്റൻ്റ് ആയിട്ട് ഉള്ള വിസ വരുന്നവർക്കായിരിക്കും ഇത് മെയിൻലി അഫക്റ്റ് ചെയ്യാൻ പോകുന്നത്. അത് അവർ പല രീതിയിലായിട്ട് ഇപ്പം ഇൻകം കൂടുതൽ കാണിച്ചുകൊണ്ട് ആയിക്കോട്ടെ, അല്ലാത്ത വെയിലായിക്കോട്ടെ അവർ ഫാമിലി അയർലൻഡ് വരുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഒരു പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിരിക്കും. അവർ പറയുന്നത് പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം നേരത്തെ പോലെ തന്നെ ഭർത്താവ്, കുട്ടികൾ അല്ലെങ്കിൽ ഭാര്യ, കുട്ടികൾ, പിന്നെ ഒറ്റയ്ക്കുള്ള മാതാപിതാക്കളാണ് അവരെ കൊണ്ടുവരാൻ പറ്റും. അതിൽ മാറ്റമൊന്നുമില്ല കേട്ടോ. ഇന്നവരെ കൊണ്ടുവരാൻ പറ്റത്തില്ല എന്നുള്ള മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ മാറ്റം വന്നിരിക്കുന്നത് ഇൻകം ത്രഷോൾഡിലും ഇതിന് വേണ്ട ഡോക്യുമെൻസിലുമാണ് ഇതിൻ്റെ മാറ്റം വന്നിരിക്കുന്നത്. അതിൻ്റെ മെയിനായിട്ട് ഇൻകം വളരെയധികം കൂട്ടിയിട്ടുണ്ട്. അതായത് മിനിമം ഇൻകം 30,000 ആക്കിയിട്ടുണ്ട്. 30,000 യൂറോ ആണ് ഇപ്പോഴത്തെ മിനിമം ആയിട്ടുള്ള ഗ്രോസ് സാലറി. 30,000 ഗ്രോസ് സാലറി കേട്ടോ. പക്ഷെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കൊണ്ടുവരുമ്പോഴാണ് പ്രശ്നം വരുന്നത്. അതായത് നേരത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇൻകത്തിൻ്റെ കൂടെ തന്നെ ഒരു 1,000 അല്ലെങ്കിൽ ഒരു 1,500 യൂറോ കൂടുതലുണ്ടായിരുന്നെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ടുവരായിരുന്നു. പക്ഷേ പുതിയ റൂൾ പ്രകാരം കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ ഗ്രോസ് ഇൻകം 44,300 വേണം. അതായത് 44,000 എബോവ് വേണം ഗ്രോസ് സാലറി കുട്ടികളെ കൊണ്ടുവരണമെങ്കിൽ. ഒരു കുട്ടിയെ കൊണ്ടുവരണമാണ്. 2 കുട്ടിയാണെങ്കിൽ അത് 64,000 ആവും. 54,000 ആവും. ഇത് ക്രോസ് ആണ് പറയുന്നത്. നെറ്റ് സാലറി വരുമ്പം ഒരു കുട്ടിക്ക് 36,000 പ്ലസ് ആവും. 2 കുട്ടികളാണെങ്കിൽ 41,000 പ്ലസ് ആവും. ഇത് ഒരു ജനറൽ വർക്ക് പെർമിറ്റിൽ ഉള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഇൻകം അച്ചീവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഇമ്പോസിബിൾ എന്ന് തന്നെ പറയുന്ന രീതിയിലേക്കാണ് ഇപ്പോഴത്തെ പുതിയ റൂള് വന്നിരിക്കുന്നത്. ഇത് ജനറൽ വർക്ക് പെർമിറ്റിലുള്ളവരുടെ കാര്യമാണ്. ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിലുള്ളവർക്ക് ഏകദേശം ഫോർ എക്സാമ്പിൾ നേഴ്സുമാർക്ക് ഏകദേശം ഈ ഒരു ഇൻകം വരുന്നുണ്ട്. അവർക്ക് ത്രഷോൾഡായിട്ട് ഗ്രോസ് ആണല്ലോ നെറ്റ് ആണല്ലോ ഈ ഒരു ഇൻകം വരുന്നുണ്ട്. അതുകൊണ്ട് അവരെ ഇത് അത്ര ബാധിക്കില്ല ഈ ഒരു പുതിയ അപ്ഡേറ്റ്. ഇത് ജനറൽ വർക്ക് പെർമിറ്റ് ഉള്ളവരാണ് ഇത് കൂടുതലായിട്ട് ബാധിക്കാൻ പോകുന്നത്. ഓക്കെ, ബാക്കി കാര്യങ്ങളൊന്നും മാറ്റമില്ല. അതായത് കുട്ടികൾക്ക് 16 മുതൽ 18 വയസ്സ് വരെ പ്രായമുള്ള കുട്ടികൾക്ക് ഇന്റേൺഷിപ്പ് അല്ലെങ്കിൽ പാർട്ട് ടൈം ജോലി ചെയ്യാൻ പറ്റും പുതിയ റൂൾ പ്രകാരം. അതൊന്നും മാറ്റമില്ല. പിന്നെ 18 വയസ്സ് തന്നെയാണ് ഇപ്പോഴും കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ ഏജ് ലിമിറ്റ് കേട്ടോ. പിന്നെ ഡോക്യുമെൻസിൻ്റെ കാര്യമാണ്. ഡോക്യുമെൻറ്റ്സ് എന്തെങ്കിലും രീതിയിലുള്ള ഫ്രോഡ് ഡോക്യുമെൻറ്റ്സിൽ അവർ കണ്ടാൽ അവർ സ്ട്രെയിറ്റ് ഓൺ റിജക്ഷൻ ഉണ്ടാവും. നേരത്തെ പോലെ റിവ്യൂവിന് വിടുവോ അല്ലെങ്കിൽ ക്വയറി ആയിട്ട് നമുക്ക് മെയിൽ വരുവോ ചെയ്യില്ല. അവർ സ്ട്രെയിറ്റ് ഓൺ റിജക്ഷൻ ആയിരിക്കും വരുന്നത്. ഓക്കെ, പിന്നെ വിവാഹങ്ങളുടെ കാര്യം. ഓക്കെ, നമ്മൾ നേരത്തെ കുറച്ച് നാൾ മുമ്പ് വരെ നമുക്ക് ഫ്രോഡ്ലൻഡ് ആയിട്ടുള്ള ഇവിടുത്തെ പറയുന്നത് ഫ്രോഡ്ലൻഡ് ആയിട്ടുള്ള വിവാഹങ്ങൾ, അതായത് മാരേജുകൾ ഉണ്ടായിരുന്നു. അതായത് മാരേജ് നാട്ടിൽ നിന്ന് ചുറ്റിയുടെ വന്നിട്ട് അത് സെപ്പറേറ്റ് ചെയ്ത് അവർ സെപ്പറേറ്റ് ആയിട്ട് ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ റിപ്പോർട്ട് ചെയ്തായിരുന്നു. അപ്പം ഇനിയും അവർ മാരേജിൻ്റെ പേപ്പേഴ്സ് വളരെ കാര്യമായിട്ട് നോക്കും. ഇപ്പം തന്നെ ഓൾറെഡി നോക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ നോക്കുന്നുണ്ട്. അതുകൊണ്ട് മൾട്ടിപ്പിൾ പ്രൂഫ്സും വിവാഹത്തിൻ്റെ സംബന്ധമായിട്ട് അല്ലെങ്കിൽ മാരേജ് സംബന്ധമായിട്ട് മൾട്ടിപ്പിൾ പ്രൂഫ്സ് ഇനിയും കൊടുക്കേണ്ടി വരും. ഓക്കെ, പിന്നെ അക്കോമഡേഷൻ്റെ കാര്യമാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അവർ പുതിയൊരു വലിയൊരു അപ്ഡേറ്റ് തന്നേക്കുന്നതെന്ന് വെച്ചാൽ ഇനിയും അക്കോമഡേഷൻ പ്രൂഫ് നമ്മൾ ജസ്റ്റ് പ്രൂഫ് കൊടുക്കുന്നു, അതിന് അത്ര ഉള്ളായിരുന്നു. ബട്ട് ഇനിയും അവർ ചിലപ്പോൾ ആ പ്രൂഫിൽ വന്ന് അന്വേഷിക്കുകയോ അല്ലെങ്കിൽ അവരുടെ സോഴ്സ് വഴി ആ പ്രൂഫ് ഒറിജിനലാണോ, ആ പ്രൂഫിൽ ഈ പറയുന്ന ആൾക്കാർക്ക് താമസിക്കാനുള്ള ഫെസിലിറ്റി ഉണ്ടോ, അതെല്ലാം ഇനി നോക്കും. കുട്ടികളുണ്ടെങ്കിൽ എസ്പെഷ്യലി അവർക്കുള്ള ഫെസിലിറ്റീസ് ആ ഒരു അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടോ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇനിയും കൂടുതലായിട്ട് നോക്കും കേട്ടോ. അപ്പം അക്കോമഡേഷൻ്റെ കാര്യം വളരെ ശ്രദ്ധിച്ച് നോക്കണം. ഞാൻ എപ്പോഴും പറയുന്നത്, നിങ്ങൾ ഒരു വീട് എടുത്തിട്ട് വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഒരു വീട്ടിൽ റൂം ഷെയർ ചെയ്തോട്ടോ അല്ലെങ്കിൽ ഒരു ഫ്ലോർ ഷെയർ ചെയ്തിട്ടോ കൊടുക്കുന്ന ആപ്ലിക്കേഷൻ വളരെ
അതായത് ആ കാര്യം വളരെ ശ്രദ്ധിച്ച് ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ ഒരു ഉറപ്പായിട്ട് റിജക്ഷൻ വരും. കാരണം ഞാൻ എപ്പോഴും സജസ്റ്റ് ചെയ്യുന്നത്, നിങ്ങൾ കൊണ്ടുവരുന്ന സമയത്തേലും നിങ്ങളൊരു വീട് എടുക്കുക. ഓക്കെ, വീട് എടുത്തിട്ടോ കൊണ്ടുവരാവുള്ളൂ, ഇല്ലെങ്കിൽ ഉറപ്പായിട്ടും അതൊരു ഒരു ഇതാവും. ഇനിയുള്ള ഇപ്പോഴത്തെ അപ്ഡേറ്റ് അവർ അക്കോമഡേഷൻ്റെ കാര്യം അവർ എടുത്തു പറയുന്നുണ്ട്, എസ്പെഷ്യലി കുട്ടികളുള്ളവരുടെ കേസിൽ. പിന്നെ അടുത്തൊരു കാര്യം ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യമാണ്. അതായത് പ്രൂഫ് സബ്മിറ്റ് ചെയ്യുമ്പോൾ, ഫിനാൻഷ്യൽ പ്രൂഫ്സ് സബ്മിറ്റ് ചെയ്യുമ്പോൾ അവർ ഇനിയെല്ലാം ശ്രദ്ധിക്കും. നമ്മൾ കൊടുക്കുന്ന പ്രൂഫെല്ലാം ലെജിറ്റ് ആണോ, ബാങ്ക് സ്റ്റേറ്റ്മെന്റ് ലെജിറ്റ് ആണോ എന്നൊക്കെ അവർ കുറച്ചുകൂടെ കാര്യമായിട്ട് ശ്രദ്ധിക്കും. പിന്നെ അപേക്ഷാ ഫീസും അവർ ഏർപ്പെടുത്താൻ തയ്യാറെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയൊരു നല്ലൊരു എമൗണ്ട് അപേക്ഷ ഫീസ് നമ്മൾ അടയ്ക്കേണ്ടി വരും. ഇപ്പം വലിയ എമൗണ്ട് ഇല്ല, വിസ ചാർജ് മാത്രമേ ഉള്ളൂ നമുക്ക് സത്യം പറഞ്ഞാൽ. പക്ഷേ ഇനി അവർ ഈ ഒരു ആപ്ലിക്കേഷന് ഒരു നല്ലൊരു ചാർജ് അവർ ഏർപ്പാടാക്കാൻ ചാൻസ് ഉണ്ട്. അതൊരു നല്ലൊരു എമൗണ്ട് വരുമെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പം അതൊരു വ്യക്തമായിട്ടൊരു എമൗണ്ട് ഇതുവരെ അവർ റിലീസ് ചെയ്തിട്ടില്ല, എന്നാലും ഒരു നല്ലൊരു എമൗണ്ട് വരുമെന്നാണ് പറയുന്നത്. അപ്പം അത് ഫിനാൻഷ്യലായിട്ടും ഈ ഒരു പുതിയ അപ്ഡേറ്റ് ഒരു എന്താ പറയുന്ന ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. മീൻസ് നെഗറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വരുന്ന ആൾക്കാരെ പ്രതികൂലമായിട്ട് ബാധിക്കുന്ന രീതിയിലാണ് പുതിയ അപ്ഡേറ്റുകളെല്ലാം വന്നിരിക്കുന്നത് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞാൽ ഇത് മെയിനായിട്ട് ബാധിക്കാൻ പോകുന്നത്, അപ്ഡേറ്റുകൾ എല്ലാവർക്കും ബാധകമാണെങ്കിലും ഇത് മെയിനായിട്ടും ബാധിക്കാൻ പോകുന്നത് ജനറൽ വർക്ക് പെർമിറ്റ് ഉള്ളവരായിരിക്കും കേട്ടോ. ഇതുവരെയുള്ള ആപ്ലിക്കേഷൻ, ഇതുവരെ സബ്മിറ്റ് ചെയ്ത ആപ്ലിക്കേഷൻ ഒന്നും പേടിക്കേണ്ട, അതിനകത്തൊന്നും മാറ്റമൊന്നും വരുന്നില്ല. ഇനിയും സബ്മിറ്റ് ചെയ്യുന്ന ആപ്ലിക്കേഷൻ ആയിരിക്കും മാറ്റം വരുന്നത്. പിന്നെ 2026 തൊട്ട് ഞാൻ ഈ പറഞ്ഞ എമൗണ്ടില്ലേ, ഞാൻ ഈ ഒരു കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ 36,000 പ്ലസ് നെറ്റ് ഇൻകം വേണമെന്ന് പറഞ്ഞില്ലേ, അത് 2026 തൊട്ട് കൂട്ടും പിന്നെ. ഓക്കെ, അത് പിന്നെ അവർ കൂട്ടാൻ അതും കൂടെ തീരുമാനിച്ചിട്ടുണ്ട് അവർ. അപ്പം ഈ ഒരു എമൗണ്ട് അല്ലേ, ഞാനിപ്പോൾ പറഞ്ഞ എമൗണ്ട് ഇപ്പോഴത്തെ കാര്യമാണ്. 2026 ഒരു മാർച്ച് മാസം തൊട്ട് ചിലപ്പോൾ അത് ഇനിയും കൂടാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം അതിന് മുമ്പ് അപ്ലൈ ചെയ്യുന്നുള്ളൂ, ദയവ് ചെയ്ത് അപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ആ എമൗണ്ട് വീണ്ടും കൂടുന്നതായിരിക്കും. പിന്നെ അടുത്തത് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റിൽ, ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റ് വരുന്നവരുടെ കാര്യമാണ് അടുത്ത്. അവർക്ക് ഈ ഒരു വരുമാന പരിധി ബാധകമല്ല. അവർ ക്രിട്ടിക്കൽ സ്കിൽ വർക്ക് പെർമിറ്റിലായതുകൊണ്ട് തന്നെ അവർക്ക് ഈ വരുമാന പരിധി ബാധകമല്ല. അതായത് നഴ്സുമാർ, ഡോക്ടേഴ്സ്, അങ്ങനെയുള്ള ക്രിട്ടിക്കൽ സ്കിൽ ലിസ്റ്റിൽ പെടുന്ന ഏത് ജോബാണല്ലോ അവർക്ക് കിട്ടുന്നത് ക്രിട്ടിക്കൽ സ്കിൽ എംപ്ലോയ്മെൻറ്റ് പെർമിറ്റ് ആയിരിക്കും. അവർക്ക് ഈ പറയുന്ന ഇൻകം ത്രഷോൾഡ് വാല്യൂ അല്ലെങ്കിൽ ഇൻകം മിനിമം വാല്യൂ ബാധകമല്ല. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾ ബാധകമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പം ഇതൊക്കെയാണ് പുതിയ അപ്ഡേറ്റുകൾ എന്ന് പറയാൻ. ഇതിനകത്ത് അവർ പറഞ്ഞ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം പറഞ്ഞു. പിന്നെ ബാക്കിയുള്ള ക്ലാരിറ്റികൾ അത് 2026 ആയത്തോടെ ബാക്കിയുള്ള കാര്യങ്ങൾ ക്ലാരിറ്റി ഉണ്ടാവുമെന്നാണ് പറയുന്നത്. അപ്പം ദയവ് ചെയ്ത് നിങ്ങൾ ഇങ്ങോട്ട് വരാൻ ആപ്ലിക്കേഷൻ വെക്കാൻ റെഡി ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ഈ പറഞ്ഞ പ്രൂഫുകൾ കൊടുക്കും, വളരെ ശ്രദ്ധീകരിച്ച് കൊടുക്കുക. എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രം അപ്ലൈ ചെയ്യുക, ഇല്ലെങ്കിൽ റിജക്ഷൻ വരും. അപ്പം പിന്നെ എല്ലാം ഓക്കെ ആണെങ്കിൽ അധികം താമസിക്കുകയും ചെയ്യും. നിങ്ങൾ പെട്ടെന്ന് തന്നെ അപ്ലൈ ചെയ്യുക കേട്ടോ. അല്ലെങ്കിൽ 2026 തുടങ്ങി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ റൂൾ മാറാൻ ചാൻസ് ഉണ്ട്, പിന്നെയും കുറച്ച് ഡിഫിക്കൽട്ട് ആകാൻ ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളെല്ലാവരും പെട്ടെന്ന് തന്നെ അപ്ലൈ ഉള്ളവർ അപ്ലൈ ചെയ്യുക. പ്രൂഫുകളെല്ലാം നോക്കുക. എന്തെങ്കിലും ഡൗട്ടുകളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ ഇൻസ്റ്റാഗ്രാം വഴി മെസ്സേജ് അയക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു തരും, അല്ലെങ്കിൽ ഈ വീഡിയോ കമൻ്റ് ആയിട്ട് പറയാം കേട്ടോ. പിന്നെ ഈ ഒരു പറഞ്ഞ ഡീറ്റെയിൽസ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ, ഞാൻ ഉറപ്പായിട്ടും പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം സ്റ്റേ സേഫ്, എല്ലാവരും സുഖമായിട്ട് ഇരിക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു സോ മച്ച്, ബൈ ബൈ.